ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ആണ്. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയിട്ടാണല്ലോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ മുട്ട വേവിച്ചിട്ടാണ് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു നാടൻ മുട്ട റോസ്റ്റ് ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെ ആണെങ്കിലും, ഇനി ഒന്നുമില്ലെങ്കിലും നല്ല ചൂടുള്ള കട്ടൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുട്ട ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ബൗളിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ മുട്ട വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നിൽ ഞാൻ കോഴിമുട്ടയും പിന്നെ രണ്ടെണ്ണത്തിൽ കാടമുട്ടയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്കിത് മൂടി വെച്ച് ഈ മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ സാധാരണ പുഴുങ്ങിയെടുക്കുന്ന പോലെയല്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 3 മിനിറ്റ് വെള്ളം തിളച്ചപ്പോഴേക്കും നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത് കൂടാതെ ഞാൻ ഒരു കോഴിമുട്ട കൂടെ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്ന സമയത്ത് ഇത് മോൾഡിൽ നിന്ന് മാറ്റിയാണ്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നോക്കൂ, ഇതുപോലെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട റോസ്റ്റ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, അതാണ് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക. ഒരു നാടൻ ടച്ചോട് കൂടിയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഈ പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ മുളക് പൊടി ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിർബന്ധമില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നോക്കൂ, ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയല്ല കേട്ടോ, ഒന്നിങ്ങോട്ട് കുത്തിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാന്നേ ഉള്ളൂ, ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ മല്ലിയില ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്